എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൽഷദായ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2019 നടന്ന കേടെറ്റ് കാറ്റഗറി 3യുടെ സോഷ്യൽ സയൻസ് പേപ്പറാണ്. അതോടൊപ്പം തന്നെ കേടെറ്റ് കാറ്റഗറി 3യിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള സോഷ്യൽ സയൻസിലെ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന ക്വസ്റ്റ്യൻസാണ്. വളരെ ശ്രദ്ധയോടെ ക്ലാസ് നിരീക്ഷിക്കുക. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ സിലബസിൽ നിന്ന് പ്രധാന ടോപ്പിക്സുകൾ എടുത്തിട്ട് അതിൽ നിന്ന് മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസും ഇനി വരുന്ന ക്ലാസ്സുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കും. അതൊരു ക്വസ്റ്റ്യൻ പേപ്പർ രൂപത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ എ മിക്സ്ഡ് എക്കോണമി? മിക്സ്ഡ് എക്കോണമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മിക്സ്ഡ് എക്കോണമി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് മിക്സ്ഡ് എക്കോണമി. ഇന്ത്യയുടെ എക്കോണമി ഒരു മിക്സ്ഡ് എക്കോണമിയാണ്. നെയിം ദ ഫൗണ്ടർ ഓഫ് സത്യശോധക് സമാജ്. സത്യശോധക് സമാജിൻ്റെ ഫൗണ്ടർ ആരാണ്? ജ്യോതിറാവു ഫുലെയാണ് സത്യശോധക് സമാജിൻ്റെ ഫൗണ്ടർ. സത്യശോധക് സമാജ് ആരുടെയാണ്? ജ്യോതിറാവു ഫുലെയുടെയാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് വാസ് നോട്ട് എ ഫ്യൂച്ചർ ഓഫ് ഹാരപ്പൻ കൾച്ചർ? ഹാരപ്പൻ കൾച്ചറിൻ്റെ ഭാഗമല്ലാതിരുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഹാരപ്പൻ കൾച്ചറിൻ്റെ ഭാഗമല്ലാത്തത് അഗ്രികൾച്ചർ, ഡൊമസ്റ്റിക് ഓഫ് എനിമൽ, യൂസ് ഓഫ് ദ അയൺ ടൂൾ, ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. ഹാരപ്പൻ കൾച്ചറിൻ്റെ ഭാഗമല്ലാത്തിരുന്നത് യൂസ് ഓഫ് അയൺ ടൂളാണ്. കാരണം അവർക്ക് അന്ന് ഇരുമ്പിനെ കുറിച്ച് അറിവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാരപ്പൻ കൾച്ചറിൻ്റെ ഭാഗമല്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ യൂസ് ഓഫ് ദ അയൺ ടൂൾസ് എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പെഡോളജി ഡീൽസ് വിത്ത്. പെഡോളജി എന്തുമായി ബന്ധപ്പെട്ടതാണ്? സോയിലുമായിട്ട്. പെഡോളജി ഡീൽസ് വിത്ത് സോയിൽ. പെഡോളജി എന്താണ്? സോയിലിനെ കുറിച്ചുള്ള പഠനമാണ്. വെൻ റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പെൻഡിച്ചർ ദ ബഡ്ജറ്റ് മീൻസ്. നമ്മളത് ക്ലാസ് എടുത്തതാണ്. റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പെൻഡിച്ചർ. ചെലവിനേക്കാളും വരുമാനം കൂടുതലാണ്. അത്തരം ബഡ്ജറ്റിന് എന്താണ് പറയുക? സർപ്ലസ് ബഡ്ജറ്റാണ്. അതായത് ചെലവിനേക്കാൾ അധികം വരുമാനമുണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് എന്തായിരിക്കും? സർപ്ലസ് ബഡ്ജറ്റ് ആയിരിക്കും. അതേസമയം ചെലവാണ് കൂടുതൽ, വരുമാനത്തെക്കാളും ചെലവാണ് കൂടുതലാണെങ്കിൽ ആ ബഡ്ജറ്റ് എന്താണ്? ഡെഫിസിറ്റ് ബഡ്ജറ്റാണ്. എന്നാൽ വരുമാനവും ചെലവും ഈക്വൽ ആയിട്ടുള്ള ബഡ്ജറ്റ് എന്താണ്? ബാലൻസ്ഡ് ബഡ്ജറ്റാണ്. അതിനെക്കുറിച്ച് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ കാണുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. അത് നമ്മൾ SCRT സിലബസ് അനുസരിച്ചാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കാണുക. വെൻ ഡിഡ് വേലുത്തമ്പി തളവ മെയ്ഡ് ഹിസ് കുണ്ടറ പ്രൊക്ലമേഷൻ? അതായത് വേലുത്തമ്പി തളവ കുണ്ടറ പ്രൊക്ലമേഷൻ, കുണ്ടറ വിളംബരം നടത്തിയത് ഏത് വർഷമാണ്? 1809 ആണ്. 1809 വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരം നടത്തിയത്. കുണ്ടറ പ്രൊക്ലമേഷനാണ് 1809. 1809 വെരി ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യനാണ്, ഓർത്ത് വയ്ക്കുക. അടുത്തത് കർണാടക ലീഡ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ്. കർണാടക ഏത് ഉൽപ്പാദനത്തിലാണ് മുന്നിട്ട് നിൽക്കുന്നത്? ടീ, ഷുഗർ കെയിൻ, കോഫി, റബ്ബർ. ഇതിലാണ് കോഫിയിലാണ് കർണാടക മുന്നിട്ട് നിൽക്കുന്നത്. കോഫിയിലാണ്. ഐഡൻറ്റിഫൈ ദ ക്യാപിറ്റൽ ഓഫ് ദ വിജയനഗര എംപയർ. ഐഡൻറ്റിഫൈ ദ ക്യാപിറ്റൽ ഓഫ് ദ വിജയനഗര എംപയർ. വിജയനഗര എംപയറിൻ്റെ ക്യാപിറ്റൽ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഹംപിയാണ്. വിജയനഗര എംപയറിൻ്റെ ക്യാപിറ്റൽ ഹംപിയാണ്. ഹംപിയാണ് വിജയനഗര എംപയറിൻ്റെ ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ. International Bank for Reconstruction and Development is also known as World Bank. ഇത് IBRD ആണ്. International Bank for Reconstruction and Development is also known as World Bank.
അപ്പോൾ IBRD വേൾഡ് ബാങ്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് IBRD. ദ ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇൻ ഇന്ത്യ ഷാൾ ബി. അതായത് ഇന്ത്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്നാണ് ചോദ്യം. ആരാണ്? റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ആയിരിക്കും നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർമാൻ. റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ആയിരിക്കും നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർമാൻ. ഐഡൻറ്റിഫൈ ദ ഗ്രാമർ ടെക്സ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ സംഘം ലിറ്ററേച്ചർ. അതിൽ ഓപ്ഷന് അകനാനൂറ്, പുറനാനൂറ്, മണിമേഖലൈ, തോൽക്കാപ്പിയം. അപ്പോൾ ഏതാണ് ആൻസർ? തോൽക്കാപ്പിയമാണ്. സംഘം ലിറ്ററേച്ചറിലെ ഗ്രാമർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് തോൽക്കാപ്പിയമാണ്. ദ ഫസ്റ്റ് നാം സമ്മിറ്റ് വാസ് ഹെൽഡ് അറ്റ്. ആൻസർ ബെൽഗ്രേഡ് ആണ്. നാം നോൺ അലൈൻഡ് മൂവ്മെൻ്റ് ആണ്. നാം എന്ന് വെച്ചാൽ ചേരിചേരാ പ്രസ്ഥാനമാണ്. അത് ആദ്യം അതിൻ്റെ സമ്മേളനം നടന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ചെക്കോസ്ലാവിക്കയിലുള്ള ബെൽഗ്രേഡിൽ വെച്ചാണ് നാമിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നിട്ടുള്ളത്. ദ ഫസ്റ്റ് നാം സമ്മിറ്റ് വാസ് ഹെൽഡ് ബെൽഗ്രേഡാണ്. ചെക്കോസ്ലാവിക്കയിലെ ബെൽഗ്രേഡിലാണ് നാമിൻ്റെ ആദ്യ സമ്മേളനം നടന്നിട്ടുള്ളത്. ഈ നാം സ്ഥാപിതമായിട്ടുള്ളത് 1961 1961 കൊല്ലം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് പഞ്ചശീല തത്വങ്ങളെയാണ്. ഈ നോൺ അലൈൻ മൂവ്മെൻറ്റ് രൂപീകരണത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് പഞ്ചശീല തത്വങ്ങളാണ്. ഈ ആശയം, നാം എന്ന ആശയം മുന്നോട്ട് ആദ്യമായി പ്രചരിപ്പിച്ചത് VK കൃഷ്ണമേനോനാണ്. അപ്പോൾ അത് നാമും അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളെ കുറിച്ചിട്ട് നമുക്കിതിൽ പഠിക്കാനുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നോക്കുക. ആസിയാൻ കരാറുണ്ട്, സാർക്കുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നോക്കണം. ദ ലാൻഡ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ടെമ്പിൾ വാസ് നോൺ ആസ്. അതായത് ഈ അമ്പലങ്ങളുടെ കൈവശമുള്ള ഭൂമി അറിയപ്പെടുന്നത് എന്താണ്? ദേവസ്വം എന്നാണ്. ദ ലാൻഡ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ടെമ്പിൾ വാസ് നോൺ ആസ് ദേവസ്വം. അടുത്തത്, ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ടേക്സ് ഓത്ത് ഓഫ് ഓഫീസ് ബിഫോർ. അതായത് ഈ പ്രസിഡൻറ്റിന് സത്യവാചകങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണെന്നാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. പ്രസിഡൻറ്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. എന്നാൽ വൈസ് പ്രസിഡൻറ്റിന് വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? അത് പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റിന് വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും, എന്നാൽ വൈസ് പ്രസിഡൻറ്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുമാണ്. എലക്ഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ ഈസ് കണ്ടക്റ്റഡ് ബൈ. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻ ആരാണ് നടത്തുന്നത്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ ഈസ് കണ്ടക്റ്റഡ് ബൈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻ ഇന്ത്യയിൽ നടത്തുന്നത്. ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബോറോഡ് ഫ്രം. നമ്മുടെ മൗലികമായ അവകാശങ്ങൾ കടമെടുത്തിട്ടുള്ള എവിടെ നിന്നാണ്? USA അമേരിക്കയിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടമെടുത്തിട്ടുള്ളത്. ഇൻ വിച്ച് ആർട്ടിക്കിൾ സേസ് ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 1 ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 1. ആർട്ടിക്കിളുകൾ പ്രധാനമാണ്. PSC പരീക്ഷയ്ക്കായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരാതിരിക്കില്ല. കേട്ടറ്റിനും ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. Who was the secretary to the Department of State which is formed for the unification of princely state? അതായത് നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾക്ക് ഈ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുമ്പോൾ അന്ന് അതിൻ്റെ സെക്രട്ടറി ആരായിരുന്നു? Who was the secretary of the Department of the State which is formed for the unification of princely state? VP മേനോനാണ്. അത് PSC പരീക്ഷയൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. VP മേനോനാണ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യം ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് നിയമിച്ചിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കോൾഡ് ആസ് ദ മാഗ്ന ഓഫ് ഇന്ത്യ ആൻഡ് ദ കീ സ്റ്റോൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? വിച്ച് പാർട്ട്, ഭരണഘടനയുടെ ഏത് ഭാഗമാണ് മാഗ്ന ഓഫ് ഇന്ത്യ ആൻഡ് ദ കീ സ്റ്റോൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്?
ഏതാണ്? പാർട്ട് 3 ആണ്. പാർട്ട് 3 ആണ് മാഗ്ന കാർത്ത ഓഫ് ഇന്ത്യ, കീസ്റ്റോൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. വിച്ച് ആർട്ടിക്കിൾ നോൺ ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് വിച്ച് ആർട്ടിക്കിൾ ഈസ് നോൺ ആസ് ഫൗണ്ടേഷൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് നമ്മുടെ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 21 ആണ്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21 ആണ്. വിച്ച് ആർട്ടിക്കിൾ നോൺ ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21 ആണ്. ഡാഷ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി? പാർട്ട് 4 ആണ്. പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ ഏത് ഭാഗത്തിലാണ്? പാർട്ട് 4ലാണ് നിർദ്ദേശക തത്വങ്ങൾ. ഹൂ ഈസ് ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്ന് പറയുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്ന് പറയുന്നത് പ്രസിഡൻ്റാണ്. വാഗൺ ട്രാജഡി വാസ് ഹെൽഡ് ഇൻ? വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10-നാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ആ കൊല്ലം. 1921 നവംബർ 10-നാണ് വാഗൺ ട്രാജഡി നടന്നിട്ടുള്ളത്. വാഗൺ ട്രാജഡി 1921 നവംബർ 10-നാണ് നടന്നിട്ടുള്ളത്. ഒറിജിനൽ നെയിം ഓഫ് തൈക്കാട് അയ്യ? തൈക്കാട് അയ്യയുടെ ഒറിജിനൽ നെയിം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ഒറിജിനൽ നെയിം ഓഫ് തൈക്കാട് അയ്യ സുബ്ബരയ്യനാണ്. തൈക്കാട് അയ്യയുടെ ഒറിജിനൽ നെയിം സുബ്ബരയ്യൻ എന്നാണ്. ഹൂ വാസ് നോൺ ആസ് ഹഠയോഗോപദേഷ്ട? ഹഠയോഗോപദേഷ്ട എന്നറിയപ്പെടുന്നത് ആരാണ്? തൈക്കാട് അയ്യാണ്. ഹൂ വാസ് നോൺ ആസ് ദ ഹഠയോഗോപദേഷ്ട? തൈക്കാട് അയ്യ. അടുത്ത ക്വസ്റ്റ്യൻ. എ പേപ്പർ കോൾഡ് സഹോദരൻ വാസ് സ്റ്റാർട്ടഡ് ബൈ? സഹോദരൻ എന്ന പേപ്പർ അത് ആരംഭിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. ഹൂ വാസ് ദ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് NSS? NSSൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഹൂ വാസ് ദ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് NSS? മന്നത്ത് പത്മനാഭനാണ്. ഹൂ വാസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് മുസ്ലിം റിനൈൻസസ് ഇൻ കേരള? കേരളത്തിൽ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ഫാദർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. എന്നാൽ ഫാദർ ഓഫ് കേരള റിനൈൻസസ് ആരാണ്? ശ്രീ നാരായണ ഗുരുവാണ്. ഹൂ വാസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് മുസ്ലിം റിനൈൻസസ് ഇൻ കേരള? വക്കം അബ്ദുൾ ഖാദർ മൗലവി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഫൗണ്ട് തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്? കെ കേളപ്പൻ. ഹൂ ഫൗണ്ട് തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്? കെ കേളപ്പൻ എന്നതാണ് ആൻസർ. ദ ബോക്സർ റിബല്യൻ വാസ് ഹെൽഡ് ഇൻ? ബോക്സർ റിബല്യൻ നടന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ചൈനയിലാണ്. ദ ബോക്സർ റിബല്യൻ വാസ് ഹെൽഡ് ഇൻ ചൈന. വിച്ച് ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളൈ? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ഓട്ടോബയോഗ്രഫി ഏതാണെന്നാണ്. എൻ്റെ നാടുകടത്തൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഏതാണ്? എൻ്റെ നാടുകടത്തൽ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ഓട്ടോബയോഗ്രഫിയാണ് എൻ്റെ നാടുകടത്തൽ. വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് ബുക്ക് വിച്ച് മെൻഷൻ അബൌട്ട് കേരള? കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഏറ്റവും പഴയ ഗ്രന്ഥം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഐതിരേയാരണ്യകമാണ്. ഐതിരേയാരണ്യകമാണ് കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഏറ്റവും പഴയ ഗ്രന്ഥം. ഹൂ വാസ് ദ ഫസ്റ്റ് മാർട്ടിയർ ഓഫ് റിവോൾട്ട് ഓഫ് 1857? 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൽ പാണ്ഡെയാണ്. മംഗൽ പാണ്ഡെയാണ് 1857 റിവോൾട്ടിലെ ആദ്യത്തെ രക്തസാക്ഷി. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് 1857 റിവോൾട്ട് അറിയപ്പെട്ടിരുന്നത്. INC വാസ് ഫൗണ്ട് ബൈ? A.O. ഹ്യൂം ആണ്. INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ടഡ് ബൈ A.O. ഹ്യൂം. ഹൂ വാസ് കൺസിഡർഡ് ആസ് ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ?
ഹൂ വാസ് കൺസിഡേർഡ് ആസ് ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ? ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജിയാണ് ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിൻ്റെയാണ് ഡ്രെയിൻ തിയറി ഒക്കെ. അടുത്തത്, ഹൂ വാസ് ദ INC പ്രസിഡന്റ് ഓഫ് ലക്നൗ സെക്ഷൻ ഇൻ 1916? 1916 ലക്നൗ സെക്ഷനിൽ INC പ്രസിഡന്റ് ആരായിരുന്നു? AC മജുംദാർ ആയിരുന്നു. മജുംദാറാണ് 1916 ലക്നൗ സെക്ഷനിൽ പ്രസിഡന്റ് ആയിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് ആരായിരുന്നു? AC മജുംദാറാണ്. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് സ്വരാജ് പാർട്ടി? സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് CR ദാസ് ആണ്. എന്നാൽ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു ആണ്. ഫസ്റ്റ് പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ CR ദാസ് ആണ് സ്വരാജ് പാർട്ടിയുടെ. എന്നാൽ ഫസ്റ്റ് സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ മോത്തിലാൽ നെഹ്റു ആണ്. തെറ്റിപ്പോവരുത്, പ്രസിഡന്റ് CR ദാസും സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവുമാണ്. ഇൻ ഇന്ത്യ ബ്ലാക്ക് സോയിൽ ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ? ഇന്ത്യയിൽ ബ്ലാക്ക് സോയിൽ, കരിമണ്ണ് അഥവാ റിഗർ മണ്ണ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണെന്നുള്ളതാണ്. ഡെക്കാൻ ട്രാപ്പ് റീജിയനിലാണ്. ഡെക്കാൻ പീഠഭൂമിയിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. കറുത്ത മണ്ണാണ്. ഇൻ ഇന്ത്യ ബ്ലാക്ക് സോയിൽ ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ ഡെക്കാൻ ട്രാപ്പ് റീജിയനാണ്. ഇത് പരുത്തി കൃഷിക്ക്, അതായത് കോട്ടന് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഈ കരിമണ്ണ് എന്ന് പറയുന്നത്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഈ റിഗർ മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ എന്നൊക്കെ പറയുന്നത്. അത് കൂടുതലായി കണ്ടുവരുന്നത് ഡെക്കാൻ ട്രാപ്പ് റീജിയനിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൂ ഓപ്പറേറ്റ്സ് മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആരാണ് മോണിറ്ററി പോളിസി ഓപ്പറേറ്റ് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. മോണിറ്ററി പോളിസി ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇമാജിനറി ലൈൻസ് കണക്റ്റിംഗ് പ്ലേസസ് വിത്ത് ഈക്വൽ എലിവേഷൻ ഫ്രം സീ ലെവൽസ് ആർ? കോണ്ടൂർ. കോണ്ടൂർ രേഖകളാണ് ഈ, അതായത് ഈ സീ ലെവലിൽ, ആ ലെവലിൽ നിൽക്കുന്ന പ്രദേശങ്ങളെ മാർക്ക് ചെയ്യുന്നതാണ്. കോണ്ടൂർ ഒരു ഇമാജിനറി ലൈനാണത്. അതേതാണ്? കോണ്ടൂറാണ്. ഇമാജിനറി ലൈൻ കണക്റ്റിംഗ് പ്ലേസ് വിത്ത് ഈക്വൽ എലിവേഷൻ ഫ്രം സീ ലെവൽ ആർ കോണ്ടൂർ. ഏകദേശം നമ്മളൊരു 45 ക്വസ്റ്റ്യനോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്, അതുപോലെ തന്നെ ഓരോ ഭാഗത്തും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിക്കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.